ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയാറായിട്ടില്ല. സമയം ഇപ്പൊ 10 മണിയായി രാവിലെ. ഇന്നലെ നൈറ്റ് ആലപ്പുഴ വരെ പോയി വന്നുകൊണ്ടിരുന്ന ഭയങ്കര ടയർഡായിരുന്നു. അങ്ങനെ എണീറ്റ് പാടെ ഞാനും ചുരുന്നും കൂടെ പല്ലേക്കാൻ പോയിട്ട് മമ്മി രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകും. പിന്നെ സൽമാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. അങ്ങനെ ഫ്രഷ് ആയ പാടെ തന്നെ ചായക്ക് വെച്ചായിരുന്നു. പിന്നെ എണീറ്റ് പാടെ കുറച്ചേരം മന്നം പിടിച്ചിരിക്കല് അത് പതിവാണ്. അങ്ങനെ ചായ കുടിച്ച പാടെ ഞാനും ചുരുന്നും കൂടെ മുറ്റടിച്ചു വരാൻ ഇറങ്ങിയിട്ടാ. ഞാൻ എവിടെയുണ്ട എന്റെ പുറകെ ആള് നടന്നോളട്ടെ. ആരും തന്നെ പരിസരമൊക്കെ ക്ലീൻ ആക്കി കിടക്കണോ നമുക്കൊരു സന്തോഷമുള്ള. അങ്ങനെ നേരെ പുട്ടുണ്ടാക്കാൻ കയറിയിട്ടാ. കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പുട്ട് അവിടെ സെറ്റാണ്ടാ. കുറെ നേരിട്ട് കുഴച്ച് സമയം കളയേണ്ട കാര്യമില്ല. രാവിലെ പുട്ടാണെങ്കിൽ ചുന്ന ഹാപ്പിയാണ് ട്ടാ. അമ്മ പുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് തന്നെയാണ് ട്ടാ കാണുന്നത്. പൊതുവേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണ മെയിൻ ഐറ്റം ഉണ്ടോ പുട്ട്. പൊടിക്കണ പുട്ടിനേക്കാൾ ഇങ്ങനത്തെ പാക്കറ്റ് പൊടിയാണ് ട്ടോ കൂടുതൽ ഇഷ്ടം. പുട്ടുണ്ടാക്കണതിന്റെ ഇടയിൽ കൂടെ ഞാൻ നല്ല ചൂട് ചായ കുടിക്കണ്ടേ. എന്തെങ്കിലും ചെയ്ത് ഞാൻ പാദ്യംപുറം ക്ലീൻ ആക്കി വെക്കാം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം. അങ്ങനെ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പിന്നെ നേരെ കൈയോടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോട്ടോ. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ചൂട് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ. പുട്ടും പഴം ചുട്ടിന്റെ ഫേവറേറ്റ് ഐറ്റം ഉണ്ട് ഇത്. എന്തൊക്കെ പറഞ്ഞാലും കൊടുക്കാൻ ഒരു അരമണിക്കൂർ പോക്കാണേ. ഫുഡ് കഴിക്കലാണ് കേട്ടോ വലിയൊരു പാട്. നമ്മൾ അധികം അങ്ങനെ ശല്യപ്പെടുത്തുന്ന ടൈപ്പല്ല. അപ്പൊ പുട്ടും പഴം ആൾക്ക് ഫേവറേറ്റ് ആണ്. അപ്പൊ അത് കൊടുത്താൽ കഴിച്ചോളൂ. ആദ്യം ഞാൻ വിചാരിച്ചു പഴം കൂട്ടി കഴിക്കാനും, പിന്നെ വിചാരിച്ച് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയെടുത്ത് പെട്ടെന്നുള്ളൊരു കറിയാണ് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാട്ടോ. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഒരു തക്കാളിയുടെ പകുതി കുറച്ച് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. മല്ലിയില വേണമെങ്കിൽ ഇടാം. എനിക്ക് പൊതുവെ മല്ലിയില ഇഷ്ടമുള്ളത് ഞാൻ ഇടാറുണ്ട്. ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആ മസാലയൊക്കെ ഇടുന്ന ഒന്ന് വേവണം കേട്ടോ. മുട്ട റോസ്റ്റൊക്കെ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പുട്ടിന്റെ അപ്പത്തിന്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് ഇത്. എനിക്കിതിന്റെ ഗ്രേവി ഇഷ്ടമുള്ളത് ഞാൻ വടിച്ചെടുക്കണ എനിക്ക് കാണുന്നത്. കുറച്ച് കാടമുട്ട പുഴുങ്ങിയിട്ടുണ്ടായി, അത് ചുന്നന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരെ പോയി ടി വിയും കണ്ട് ഫുഡ് കഴിച്ചു. പിന്നെ രാവിലത്തെ പണികളെല്ലാം ഞാൻ സ്പീഡിൽ ചെയ്ത് കഴിയോട്ടാ. അതിലെ ക്ലീനിങ് ആണ് ഞാൻ ആദ്യം തന്നെ ചെയ്യണത്. അതൊന്ന് തീർന്നു കഴിയുമ്പോഴേക്കും പകുതി പണി കഴിഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഉച്ചക്കത്തേക്ക് മുരിങ്ങാക്കായും ചെമ്മീനും തക്കാളിയും കൂട്ടി ഒരു ചാറ് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ ഇടയിൽ മാത്രമുള്ള ഈ കറി മാത്രം വെക്കാന്നാ പ്ലാൻ ചെയ്തത്. തേങ്ങ ചിരണ്ടണ സൗണ്ട് എവിടെ കേട്ടാലും ചുരൻ ഓടിയെത്തോട്ടെ. പിന്നെ അതിൽ നിന്ന് 2 പിടി വാരി കഴിക്കാണ്ട് ആൾക്ക് സമാധാനാവില്ല, എനിക്കും സമാധാനാവില്ല. പിന്നെ നമ്മൾ നേരെ കറി അങ്ങോട്ട് വെച്ചിട്ടാ. തക്കാളി, മുരിങ്ങാക്കോലും ചെമ്മീനും ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണേ. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് നന്നായിട്ട് വേവിക്കാം. പിന്നെ നമ്മുടെ തേങ്ങയുടെ ഒരു പകുതിയാണ് ഞാൻ എടുത്തേക്കണത്. അതിലേക്ക് കുറച്ച് ജീരകവും മഞ്ഞപ്പൊടിയും കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ദഹിക്കാണ്ട പേസ്റ്റ് പോലെ അരച്ച് കിട്ടണം കേട്ടോ. നന്നായിട്ട് തിള വരുമ്പോഴത്തേക്കും ഈ അരപ്പ് നമുക്ക് അതിലിട്ട് ഇട്ട് കൊടുക്കണം. ആ ചെമ്മീനും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇത്. ഈ ഒരു കറി മാത്രം മതി നന്നായിട്ട് ചോറിന. പിന്നെ ഇതിലേക്ക് കടുക് താളിച്ചിടണം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി സെറ്റായിട്ടാ. പിന്നെ നേരെ ചുന്നനെ പോയി കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടാ. പിന്നെ ഞാനും കൂടെ പോയി കുളിച്ച് ഫ്രഷ് ആയി. പിന്നെ അലക്കാനുള്ള വാരിയെടുത്ത് നേരെ അലക്കാൻ കൊണ്ടിട്ടാ. ഇവിടെ എല്ലാം നേരെ മിഷത്തിൽ കൊണ്ടുപോയിടലാണ് കേട്ടോ. കുറച്ച് നല്ലതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കൈ കൊണ്ടത് തിരുമെടുക്കും. അതാകുമ്പോൾ അരമണിക്കൂറിനുള്ളിൽ പരിപാടി കഴിഞ്ഞു. ചെറിയ ഡ്രസ്സുകളെല്ലാം ഞാൻ ഫ്രണ്ടിലാണ് ഈ സാധനത്തിൽ വിരിക്കണത്. പൊതുവെ വീട്ടിലാരും ഇല്ലെങ്കിൽ ഞാനും ചുന്നനും മാത്രമേ. സൽമാൻ നൈറ്റ് കഴിഞ്ഞ് വന്നെയാണെങ്കിൽ തന്നെ ഫുഡ് ചിലപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ടായിരിക്കും വന്നെ. അല്ലെങ്കിൽ എന്നെ നേരത്തെ വിളിച്ച് പറയും. അപ്പം നമ്മൾ അതേപോലെ ഫുഡ് ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുക. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയിരിക്കും മമ്മി വരുമ്പോഴത്തേക്കും ഞങ്ങൾ വല്ല മീനോ അങ്ങനെ ചിക്കൻ എന്തെങ്കിലുമൊക്കെ വെക്കുക. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളെങ്കിൽ കൊച്ചിന് വേണ്ടി വേറെ എന്തെങ്കിലും മുട്ട വെക്കുക. കൂടുതലും തൈര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കൊടുക്കും. പിന്നെ ഇനിയിപ്പോൾ എന്താ കൊച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കുറച്ച് ടൈം നമുക്ക് ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ കിട്ടുന്ന സമയം കുറച്ച് നേരം വല്ലപ്പോഴും കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഫോണിൽ തന്നെ ആയിരിക്കും. പിന്നെ എഡിറ്റിങ് കാര്യങ്ങളുണ്ടാവും, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് എന്താ പിന്നെ വൈകുന്നേരത്തേക്കുള്ളത് ചായക്ക് കൊടുക്കുക, ചായ കൊടുക്കണം, കൊച്ചിന് കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊക്കെ തന്നെ. പിന്നെ ഇനി ഒന്ന് പുറത്ത് പോകണമെങ്കിൽ അവളെ തറവാട്ടിലാക്കിയിട്ട് ഞാൻ വണ്ടിക്ക് പോകും. അല്ലെങ്കിൽ സൽമാൻ ആ ടൈമിനുള്ളിൽ വന്നെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു പുറത്ത് കറങ്ങാൻ പോക്കൊക്കെ ഒരു കണക്കിന് ചുന്നനെ കിടത്തി ഉറക്കിയിട്ടാ. ചുന്നൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ പരിപാടിയാണ് എന്തെങ്കിലും ഒരു സിനിമ ഇട്ട് കാണുക. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കല് അതൊരു ടാസ്ക് തന്നെയാണ്. പൊതുവെ പിള്ളേർക്ക് ചോറിന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അത് തന്നെയാണ് സെയിം ഇവിടുത്തെ അവസ്ഥ. എങ്ങനെ വന്നാലും പുറകെ നടന്ന് 2:30 മണി കഴിയും കൊടുത്തു കഴിയുമ്പോൾ. അങ്ങനെ കാക്കേനെയും പൂച്ചേനെയും കാണിച്ച് ഒരുവിധം കൊടുത്തു കഴിയോട്ടെ. പിന്നെ നേരെ ഞാനും ഫുഡ് കഴിക്കാനിരിക്കോട്ടെ. ആ ചാറും മുട്ട മസാലയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചേ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സൽമാൻ വന്നിട്ടാ. പിന്നെ നേരെ ഫുഡ് എടുത്ത് കൊടുത്തേ. പുറത്തുനിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു മിഠായി കൊണ്ടൊരു പതിവാണ്. പിന്നെ അപ്പൻ്റെ മോളുടെ അഭ്യാസ പ്രകടനമാണ് നിങ്ങൾ കാണുന്നത്. ഐസ്ക്രീം കൊണ്ടുവരാൻ ചുന്ന നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടുതന്നെയുള്ള സന്തോഷമാണ് ഈ കാണുന്നത്.
ഐസ്ക്രീം പരാന്താണ് ചിന്നന്. Love has different ways. ഏറ്റവും വലിയ കപ്പ്. എനിക്കങ്ങനെ ഐസ്ക്രീമിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. ഇത്തിരി കോളെടുത്തുള്ളത് കപ്പിന്റെ ഇത്ര നീ കണ്ടല്ലേ. അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് നമ്മൾ നേരെ ചിക്കൻ കടയിലോട്ട് അണ്ട പോണത്. അങ്ങനെ ഇന്ന് രാത്രി ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇതെന്താ ചിന്ന ചിക്കൻ വാങ്ങാൻ ചിക്കൻ വാങ്ങാൻ ചിക്കൻ വാങ്ങാൻ രാത്രി ഇങ്ങനെ കടിച്ചു പറിക്കുന്നുണ്ടോ? ഫ്രൈ ഫ്രൈ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു കടയിലാണ് ട്ടാ. ഇവിടെ നിന്നാണ് നമ്മൾ മിക്കപ്പോഴും ചിക്കൻ വാങ്ങാറ്. സൽമാൻ വന്നു കഴിഞ്ഞാൽ ചുനനെയും കൊണ്ട് ഒരു കറക്കം, അത് പതിവാണ്. അങ്ങനെ കടയിലെത്തിയപ്പോൾ ചുനന്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ടാ. സൽമാന്റെ കൂട്ടാന്റെ മോനാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്ന് നേരെ വന്നപാട് തുണിയൊക്കെ മടക്കി വെച്ചിട്ടാ. പിന്നെ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചേ. ചിക്കനിൽ നിന്ന് പകുതി ചിക്കൻ എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കി വറക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടാ. എളുപ്പത്തിൽ തീരാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് മിക്കപ്പോഴും ചിക്കൻ വെക്കാറ്. ഇന്ന് ചിക്കൻ വറുത്ത് വെക്കാന്ന് വിചാരിച്ചേ. അതാവുമ്പോ തേങ്ങാച്ചാറിന്റെ കൂടെ കൂട്ടാൻ ബെസ്റ്റ് ഐറ്റം ആയിരിക്കും. എല്ലാ മസാലയും കൂടെ പുരട്ടി നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടാ. കറിക്കുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ നേരത്തെ എരിഞ്ഞു വെക്കോട്ടെ. മമ്മി ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 6:30 കഴിയും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ രണ്ടാളും രാത്രിത്തേക്കുള്ള കറി വെക്കാനുള്ള തിരക്കിലായിരിക്കോട്ടെ. നേരത്തെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും സമാധാനം. ചിന്നന് വേണ്ടി കുറച്ച് എരിവില്ലാത്ത ചിക്കൻ വറക്കാൻ മാറ്റി വെക്കോട്ടെ. എല്ലാ പണിയും കഴിഞ്ഞാൽ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല. സൽമാനൊക്കെ എന്നെ OCD എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ക്ലീൻ ആക്കണമുണ്ട്. വല്ലപ്പോഴും ഈ വറുത്ത ചിക്കൻ വെക്കണത്. പക്ഷെ വെക്കുമ്പോഴേക്ക് അടിപൊളി ടേസ്റ്റ് ആണേ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നിട്ട്. ഒരു 8 മണി 8:30 ആകുമ്പോൾ ചുന്നനുള്ള ഫുഡ് എന്താണെങ്കിലും കൊടുക്കോട്ടെ. എന്നാലും ഒരു 9 മണിക്കെങ്കിലും കഴിച്ചു തീരുള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോയിട്ട് വന്നിട്ടാ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഫുഡ് കഴിച്ചേ. സൽമാൻ നേരെ ഓഫീസിലും പോയേ. നേരെ ബ്രഷ് ചെയ്ത് ചുന്നനെയും കൊണ്ട് പിന്നെ ഉറക്കാൻ പോയിട്ടാ. പിന്നെ ഉറക്കലൊരു പണി തന്നെയാണല്ലോ. അങ്ങനെ തന്നെ ഒരു കുട്ടി ബ്ലോഗ് കഴിഞ്ഞിട്ടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.